ഹായ് ഹലോ അപ്പം മലയാളം റീപ്പർ ട്യൂട്ടോറിയലിൻ്റെ 5ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റീപ്പറിൽ എങ്ങനെ ഓഡിയോ എഡിറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫയൽസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 2 മെത്തേഡുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസേർട്ടിൽ പോയിട്ട് മീഡിയ ഫയൽ എന്നുള്ള കൊടുത്തിട്ട് ഞാനിത് സെലക്ട് ചെയ്തു. ഈ ഓഡിയോ ഫയലാണ്. ഇങ്ങനെ നമുക്ക് ഓഡിയോ ഫയൽ എടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ പ്രസ് ചെയ്ത കീ എന്ന് പറയുന്നത് L എന്ന് പറഞ്ഞാണ്. അതാണ് ഞാനിപ്പോൾ എൻ്റെ കീബോർഡ് ഷോർട്ട് കട്ടിൽ അസൈൻ ചെയ്തേക്കുന്നത്. കമാൻഡ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് സൂം ഔട്ട് ചെയ്യാം. കമാൻഡ് റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആവും. അപ്പം സൂം ഇൻ ചെയ്യുന്നതും സൂം ഔട്ട് ചെയ്യുന്നതും എവിടെ വേണമെന്നുള്ളത് നമുക്ക് ഈ കർസർ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മളിവിടെ കൊണ്ട് കർസർ പ്ലേസ് ചെയ്തിട്ട് കമാൻഡ് റൈറ്റ് ആക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കായിരിക്കും സൂം ആവുന്നത്. അപ്പോൾ ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ കൺട്രോള് ഓൾട്ട് പ്രസ് ചെയ്ത് സ്ക്രോൾ ചെയ്യുന്നതാണ്. സ്ക്രോൾ അപ്പ് ആൻഡ് സ്ക്രോൾ ഡൗൺ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ട്രാക്കിൽ തന്നെ നമുക്ക് ഈ സെയിം ക്ലിപ്പിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് R അല്ലെങ്കിൽ കൺട്രോൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആ ക്ലിപ്പ് തീരുന്നിടത്തുനിന്ന് റിപ്പീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓഡിയോനെ റിപ്പീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലാതെ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ലൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ സെൻറ്ററിലായിട്ട്, അതായത് ക്ലിപ്പിൻ്റെ ഈ സെൻറ്റർ ഏരിയയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഐക്കൺ വരും. മേളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐക്കൺ മാറുന്നതാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ട്രാക്ക് ചെയ്താൽ മതി. എത്ര വേണമെങ്കിലും ലൂപ്പായി കിട്ടും. ഇപ്പോൾ ഈ ഗ്യാപ്പ് വരുന്നതാണ് ലൂപ്പ് തീരുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നമ്മുടെ കർസർ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം സൈഡ് കട്ട് എന്ന് പറയും. S ആണ് സൈഡ് കട്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് A പ്രസ് ചെയ്യുക. അപ്പം ആ കർസർ പ്ലേസ് ചെയ്തേക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം കട്ടായി പോകും. അതുപോലെ തന്നെ നമുക്ക് ട്രിം ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മൗസിൻ്റെ കർസർ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം B പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കമാൻഡ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് മൗസ് താഴേക്ക് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ട്രാക്ക് മാത്രം സോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സോളോ ആവും. ബാക്കിയുള്ള ക്ലിപ്പെല്ലാം ഡിസേബിൾ ആവും. ഇത് നമുക്ക് ഷിഫ്റ്റ് S എന്ന് പറഞ്ഞ കീയിൽ ചെയ്യാവുന്നതാണ്. സോളോ അൺസോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഷിഫ്റ്റ് M ആ ട്രാക്ക് മാത്രം മ്യൂട്ടാവും. അതുപോലെ ഈ ട്രാക്കിൽ ഈ ക്ലിപ്പ് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കോപ്പി എടുത്തു. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കമാൻഡ് M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ ഈ ക്ലിപ്പ് മാത്രം മ്യൂട്ടായിരിക്കും. പിന്നെ ഈ ക്ലിപ്പ് വരുമ്പോൾ പിന്നെ പ്ലേ ആവുന്നതായിരിക്കും. നമുക്കൊരു ക്ലിപ്പ് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ക്ലിപ്പിന് നമുക്ക് നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൂമിലാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പം സൂമിൻ്റെ നെയിമിങ്ങിലാണ് ഇത് എഴുതിയേക്കുന്നത്. Zoom 0025_ മോണോ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ റിനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് R ലെറ്റർ R പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ ടേക്കിനെ മാത്രം റിനെയിം ചെയ്യാം. അതായത് ആ ക്ലിപ്പിനെ മാത്രം റിനെയിം ചെയ്യാൻ പറ്റും. ഈ വോക്കൽ എന്ന് പറഞ്ഞ ക്ലിപ്പിനെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഐറ്റം ആൻഡ് ടേക്ക് കളർ എന്നുള്ള ഓപ്ഷനിൽ വരിക. അതിൽ കസ്റ്റം കളറും കൊടുക്കാം, റാൻഡം കളറും കൊടുക്കാം, അല്ലെങ്കിൽ 1 റാൻഡം കളർ കൊടുക്കാം. അപ്പോൾ ഞാനിത് ഷോർട്ട് കട്ടിൽ ഷിഫ്റ്റ് കമാൻഡ് C അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് C എന്നുള്ള ഷോർട്ട് കീ പ്രസ് ചെയ്താലും ഇത് അപ്ലൈ ആവുന്നതാണ്. ഞാനത് റാൻഡം കളറിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ റാൻഡം കളർ ഷോർട്ട് കട്ടിൽ ചെയ്യുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് C അല്ലെങ്കിൽ കമാൻഡ് ഓൾട്ട് ഷിഫ്റ്റ് C പ്രസ് ചെയ്ത് നമുക്ക് ട്രാക്കിൻ്റെ കളർ റാൻഡം ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള കളറിൽ ഒന്നെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റാൻഡം ചെയ്ത് കൊടുക്കാം.
ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ഗെയിൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് ട്രാക്കിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ക്ലിപ്പിൻ്റെ ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്ലസ് ആൻഡ് മൈനസ് ആരോ യൂസ് ചെയ്യുക. മൈനസ് ആയി കഴിഞ്ഞാൽ കുറഞ്ഞു വരും, പ്ലസ് ആയി കഴിഞ്ഞാൽ ഗെയിൻ കൂട്ടാൻ പറ്റും. 0 വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം കിടക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ് ഫോമിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിനെ നോക്കിയിട്ടാണ് ആ ലെവലിലേക്കാണ് ഇവർ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് ഇതിനകത്തെ ഓഡിയോ സിഗ്നലിൻ്റെ എല്ലാം ഗെയിൻ അപ്പ് ചെയ്യുവാണ്. അതിനിട്ട് ഷിഫ്റ്റ് N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലൈസ് ആവും. നമുക്കിവിടെ മേളിൽ കാണാം +8.62 dB ആണ് കൂട്ടിയേക്കുന്നത്. പിന്നെ നമുക്കിനി പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന എപ്പോഴും ലെവൽ കുറച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ നോർമലൈസേഷൻ എല്ലാത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് ഡൈനാമിക്സ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഓഡിയോയ്ക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി ഈ ക്ലിപ്പിനെ നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും. ഈ ക്ലിപ്പ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് കമാൻഡ് ഓൾട്ട് പ്ലസ് ബട്ടൺ പിച്ച് നമുക്ക് 3 ഒന്നൊന്ന് വീതം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇങ്ങനെ നമുക്കൊരു ക്ലിപ്പിനെ മാത്രം പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഫെയ്ഡ് ഇടുന്നെന്ന് നോക്കാം. അതിനായിട്ട് ക്ലിപ്പിൻ്റെ അകത്ത് നമുക്ക് ഫെയ്ഡ് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർസർ അവിടെ കൊണ്ട് കോർണറിൽ ടോപ്പ് കോർണറിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. തിരിച്ചും ഫെയ്ഡ് ഔട്ട് നമുക്കിങ്ങനെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഫെയ്ഡ് ഔട്ട് കൊടുക്കാൻ വേറൊരു ഷോർട്ട് കീ എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് D പ്രസ് ചെയ്താൽ ഫെയ്ഡിനും G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയ്ഡ് ഔട്ടും വരുന്നതാണ്. ഞാൻ ജസ്റ്റ് കളർ മാറ്റുവാണ് കുറച്ചുകൊണ്ട് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫെയ്ഡ് കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫെയ്ഡിനെ ഇവിടെ വരുമ്പോൾ ഫെയ്ഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഫെയ്ഡ് കൂട്ടും കുറയ്ക്കാം മാനുവലി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് കീ ഉപയോഗിച്ച് തന്നെ മാറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയ്ഡിനും G പ്രസ് കഴിഞ്ഞാൽ ഫെയ്ഡ് ഔട്ടും വരുന്നതാണ്. നമുക്ക് ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ടിനെ ഇനി ഇത്രയും വലിയ ഫെയ്ഡൊന്നും നിങ്ങൾ ആവശ്യമില്ലാതെ കൊടുക്കരുത്. ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇത്രയും വലിയ ഫെയ്ഡ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം കൊടുക്കുക. നമുക്കിവിടെ ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ടിൻ്റെ ഈ ഒരു കർവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫെയ്ഡ് വേണോ, അതോ ചെറിയൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫെയ്ഡ് വേണോ, അതോ കംപ്ലീറ്റ് ആയിട്ട് കയറി വന്നിട്ട് അതായത് അനുസരിച്ച് നമുക്കിവിടെ ഗെയിൻ കുറയുന്നതും കൂടുന്നതും കാണാം ക്ലിപ്പിൽ ലൈവായിട്ട്. ഇപ്പം ഫെയ്ഡ് നന്നായിട്ട് കുറഞ്ഞു വരും. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. എസ് കർവ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ കർവ് ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫെയ്ഡ് ഔട്ടിനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കമാൻഡ് പ്രസ് ചെയ്ത് ഈ ലൈൻ ഉണ്ട് ഇവിടെ നമ്മൾ ഫെയ്ഡ് ചെയ്തിട്ടേക്കുന്ന ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഫെയ്ഡിൻ്റെ ഇവിടെ ഈ ഫെയ്ഡ് ഇൻ കാണിക്കുന്ന എവിടെയെങ്കിലും കമാൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്താലും നമുക്കതിനെ മാറ്റാൻ പറ്റും. അതെപ്പോഴും ലൈനിൽ കൊണ്ടുവച്ച് ചെയ്യുന്നതാണ് എളുപ്പം. ഇവിടെയാണ് നമ്മുടെ ഫെയ്ഡിൻ്റെ ലൈന്. ഞാൻ കമാൻഡ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫെയ്ഡിൻ മാത്രം ചേഞ്ച് ആവുന്നതാണ്. ഇനി ഫെയ്ഡ് ഔട്ടിൻ്റെ ആണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ഔട്ടിൻ്റെ ലൈൻ കണ്ടുപിടിക്കുക. അതിനുശേഷം കമാൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെയും ചേഞ്ച് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. ഇനി റിപ്പിൾ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ റിപ്പിൾ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ റിപ്പിൾ എഡിറ്റിൻ്റെ ഐക്കൺ. ഇപ്പോൾ റിപ്പിൾ എഡിറ്റ് ഓഫാണ്. നമ്മളിതിനെ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു കോളം മാത്രം ഫില്ലായിട്ടുള്ളൊരു ഐക്കൺ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്പിൾ എഡിറ്റിംഗ് പെർ ട്രാക്ക് എന്നുള്ള മോഡലാണ്. അപ്പോൾ ഈ മോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ട്രാക്കിൽ ഇത്ര ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ക്ലിപ്പിൻ്റെ അകത്ത് സെലക്ട് ചെയ്യരുത്. ഇപ്പോൾ ക്ലിപ്പ് ഡ്രാഗ് ആകത്തേ ഉള്ളൂ. നമ്മൾ ഈ ഒരു നെയിം ചെയ്തേക്കുന്ന ആ ഒരു ഈ ലൈൻ ഉണ്ട്, അതിന് മേളിലേക്ക് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ ഇത്ര ഏരിയ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഈ ഒരു ഏരിയ ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പിൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ കമാൻഡ് ബിയിലാണ് അത്രയും പോർഷൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്ന. അപ്പോൾ കമാൻഡ് ബി പ്രസ് ചെയ്തപ്പം അത്രയും പോർഷൻ ഡിലീറ്റായി. ബാക്കി ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്ന ഓഡിയോ ഇങ്ങോട്ട് ചേർന്ന് വന്നു. ഞാനിപ്പോൾ ക്ലിപ്പൊന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തോടെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. ഇനി റിപ്പിൾ എഡിറ്റിംഗ് ഓൾ ട്രാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ട്രാക്കിൽ നിന്നും ആ ഒരു ഏരിയ പോകുന്നതായിരിക്കും. നമ്മളിത് ഇത്രയും ഏരിയ സെലക്ട് ചെയ്തു, ക്ലിപ്പ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളിടത്ത് നിന്ന് പോകുന്നതായിരിക്കും. ബട്ട് റിപ്പിൾ എഡിറ്റിംഗ് പെർ ട്രാക്ക് എന്നുള്ള ഈ ഓപ്ഷനിലാണെങ്കിൽ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പിൽ നിന്ന് മാത്രമേ പോവുള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.
ഇനി റിപ്ലറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പിൾ എഡിറ്റിംഗ് മോഡിലിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, ഓഡിയോ ഫയൽസ് എഡിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂ ആയാലും പരസ്യമായാലും വോയിസ് ഓവർ ആയാലും എന്താണേലും നമ്മളിങ്ങനെയാണ് റിപ്പിൾ എഡിറ്റിംഗ് എന്നുള്ള ഇത് ഫംഗ്ഷൻ ഇട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ട്രിം ചെയ്തു, ബി പ്രസ് ചെയ്ത് ട്രിം ചെയ്തു, ഇവിടെയും ബി പ്രസ് ചെയ്ത് ട്രിം ചെയ്തു, എന്നിട്ട് ഈ ഫയൽ സെലക്ട് ചെയ്തു, പിന്നെ ഡിലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയം പോവും. അപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡാണ് ഈ റിപ്പിൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിപ്പ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ഇത്രയും പോർഷൻ നമ്മൾ സെലക്ട് ചെയ്ത് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിമ്മായി. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കൺട്രോൾ R ആണ് മാക്കിൽ. വിൻഡോസിൽ വരുമ്പോൾ അത് വിൻഡോസ് കീ ആയിരിക്കും. അപ്പോൾ വിൻഡോസ് കീ R കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആകുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോർഷൻ ട്രിം ചെയ്തതിന് ശേഷം ഇവിടെ ഐറ്റത്തിൽ വന്നിട്ട് റിവേഴ്സ് ഐറ്റം കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐറ്റം സെറ്റിങ്സിൽ റിവേഴ്സ് ആക്റ്റീവ് ടേക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ ക്ലിപ്പിൽ മാത്രം നമുക്ക് എഫക്റ്റ് ഇടണം. അതായത് ഈ ട്രാക്കിൽ ഇപ്പോൾ 2 ഓഡിയോ ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം മൊത്തത്തിൽ നമുക്ക് ഈ ട്രാക്കിന് എഫക്റ്റ് ഇടാൻ വേണ്ടി നമുക്കിവിടെ എഫക്ട്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നറിയാം. ക്ലിപ്പ് സെലക്ട് ചെയ്ത് ക്ലിപ്പിലേക്ക് മാത്രം ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ക്ലിപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഇവിടെ ടേക്ക് എഫക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് എഫക്ട്സ് ഏതാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പിലേക്ക് എഫക്ട്സ് ലോഡ് ചെയ്യാൻ പറ്റുന്ന വിൻഡോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എഫക്ട്സിൻ്റെ പേര് കൊടുത്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ എഫക്റ്റ് ആ ക്ലിപ്പിൽ മാത്രം ലോഡാകുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു റിവർബ്രേറ്റ് എന്ന പ്ലഗിൻ ലോഡ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര എഫക്ട്സ് വേണമെങ്കിലും ഇനി ഇവിടെ ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു തവണ നമ്മുടെ എഫക്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഫക്ട്സ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് തന്നെ പ്രസ് ചെയ്ത് ബാക്കി എഫക്ട്സും കൂടെ അതിനകത്ത് ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPU-ൻ്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. അതായത് ഒരുപാട് എഫക്ട്സ് ഒരേ ട്രാക്കിൽ തന്നെ ഇട്ട് ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ലിപ്പിലായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പം ഇപ്പോൾ ഇത്രയും ക്ലിപ്പിന് മാത്രം ഈ ഒരു എഫക്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ CPU-ൻ്റെ ലോഡും കുറയ്ക്കാൻ പറ്റും, നമുക്ക് എഫക്ട്സും ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വോക്കൽസിലൊന്നും ഇങ്ങനെ ഇടല്ലേ, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള സൗണ്ട്സിൽ മാത്രമേ ഇങ്ങനത്തെ എഫക്ട്സും കാര്യങ്ങളും നിങ്ങൾ പ്ലേസ് ചെയ്യാവുള്ളൂ. വോക്കൽസിലൊക്കെ റിവേർബ് ഇടുമ്പോൾ നമ്മൾ എല്ലാത്ത രീതിയിൽ തന്നെ ഇൻസേർട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടുക. അതുപോലെ ഇപ്പോൾ ഇട്ട എഫക്ട്സ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഫക്ട്സ് തന്നെ ക്ലിക്ക് ചെയ്ത് ഏത് എഫക്ട്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത് അത് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതോടുകൂടി ഇതിനകത്തൊരു എഫക്ട്സും ഇല്ല, ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ട്രാക്കിനെ മോണോ ട്രാക്കിനെ സ്റ്റീരിയോ ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഐറ്റം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് സ്റ്റീരിയോ ചാനലിലെ മോണോ ആക്കാനായിട്ട് ടേക്ക് ചാനൽ മോണോ ഡൗൺ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു സ്റ്റീരിയോ ഓഡിയോ ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നൊരു ഓഡിയോ ലോഡ് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റീരിയോ സിഗ്നലാണ്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ചാനലിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇതൊരു മോണോ സിഗ്നലാണ്. അപ്പോൾ ഈ സ്റ്റീരിയോ സിഗ്നലിൽ നമുക്ക് മോണോ ആക്കണമെങ്കിൽ നമുക്ക് മോണോ ട്രാക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഐറ്റം സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ടേക്ക് ചാനൽ മോണോ ഡൗൺ മിക്സ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോണോ ചാനലായി. ഇതിനിപ്പോൾ തിരിച്ച് നോർമൽ മോഡിലേക്ക് തന്നെ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ടേക്ക് ചാനൽ നോർമൽ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് മോണോ സ്റ്റീരിയോയും അപ്പ് മിക്സും ഡൗൺ മിക്സും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് ഞാനിപ്പോൾ അസൈൻ ചെയ്തേക്കുന്നത് കമാൻഡ് ഓൾട്ട് M ആണ് മാക്കിൽ. വിൻഡോസിൽ വരുമ്പോൾ കൺട്രോൾ ഓൾട്ട് M ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.